അവിടെ കുഴിച്ചിട്ടേക്കണ ഔലിയാക്കന്മാരുടെ കോലം നിങ്ങളൊന്ന് കാണാം. ജീവിച്ചിരിക്കുന്ന ഒരു ഔലിയാന്റെ കോലം ഒന്ന് കണ്ടേ. വെച്ച് കഴിച്ചൂടെ? അതോ നമ്മളെ വലത്തെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചു ഇല്ലേ? ആ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചുമ്പോ തെങ്ങുണ്ട്, തെങ്ങ് അതിന്റെ ഓലക്കടി വിഗും. വീണ വട്ടയില് നമുക്കില്ല പച്ചപ്പട്ട എടുത്തിട്ട് കത്തിച്ചാൻ പറ്റില്ല, അത് ഉണങ്ങി വിൽക്കും. ചിലപ്പം വാസുവാക്യ മൂത്തറ്റൽ വിൽക്കും, ഇല്ലെങ്കിൽ മയമ്മവാക്യ മൂത്തറ്റൽ വിൽക്കും. അത് ഈ കൈ കൊണ്ട് എടുത്തിട്ട് അത് എല്ലാം പറ്റും. ഈ അടുപ്പിലിത് കത്തിച്ചുമ്പോ ഈ ഓലക്കടി 4 വട്ടം നീക്കും. അപ്പൊ കൈ വൃത്തിയിട്ട് ഞങ്ങളെ കൈമ ഈ ചരട് മന്ദിരിച്ചണ നേരത്തും വെള്ളം മന്ദിരിച്ചണ നേരത്തും ജിൽമക്കൾ വന്ന് തൂങ്ങണ നേരം. അപ്പൊ ഇതാണ് ചെന്നാല് നമ്മള് എണ്ണ തേച്ചല്ലോ, എണ്ണ തേച്ചിട്ട് നല്ല ചന്ദ്രിക സോപ്പ് തേച്ചാൽ ആ എണ്ണയുടെ തുള്ളിയില്ല, അതേ വരുത്ത് നാസം. അതുകൊണ്ടാ വെച്ചുണ്ടാക്കല്. ജിന്മക്കള് കയ്യിൽ തൂങ്ങുമ്പോ വേറെ ഒന്നും തൂങ്ങിക്കിടക്കാൻ പാടില്ല, എല്ലാം മുറിച്ചു കളയണമെന്ന് മൂപ്പർക്ക് തക്കവ കിട്ടണമെങ്കിൽ. എന്നാൽ ഈ മൂപ്പരുടെ അടുത്ത് ഒരുപാട് ആളുകൾ ആഗ്രഹ സഫലീകരണത്തിന് വരുന്നുണ്ട്, അതൊന്ന് കാണൂ. പലയിടങ്ങളിൽ നിന്നും ദുരിത നിവാരണാർത്ഥം ആളുകൾ എത്തുന്നു. ഏതുവിധ ബലാലു മുസീബത്തുകൾ, കൈവിഷം, മറ്റു കൂടിയ ആപത്തുകൾ, കൃഷി, കച്ചവടം ഇത്യാദി തൊഴിലുകളിലെ എല്ലാ ഹലാലായ മുറാദുകൾ, വിവാഹ സന്താന ഭാഗ്യങ്ങൾ, ഇവയ്ക്കൊക്കെ ഇവിടെ അള്ളാഹുവിന്റെ ശിഫ നേടിക്കൊടുക്കുന്നുവെന്ന് ദർഗാ ഷരീഫിന്റെ പ്രസ്താവന അവകാശപ്പെടുന്നു. പ്രാർത്ഥനയും തകിടെഴുതലും മന്ത്രിക്കലുമാണ് ചികിത്സാവിധികൾ. ഗൾഫ് പ്രവാസികളുടെ ആഗ്രഹ നിവൃത്തികളും. അപ്പോ ചെല്ലുന്ന ആളുകളുടെ ആഗ്രഹമെല്ലാം മൂപ്പര് നിറവേറ്റുന്നുണ്ടല്ലോ. അത് മൂപ്പരുടെ ആഗ്രഹത്തിന്റെ കോലം എന്താണെന്ന് നോക്കിക്കേ. ആഗ്രഹങ്ങളുണ്ട്, 31 ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെയാണ് 31 ആഗ്രഹങ്ങൾ. 31. എന്റെ കുട്ടികളെ, എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടിന്റെ പേര് ആയിഷാബിയാണ്, രണ്ടാമത്തെ കുട്ടിന്റെ പേര് ഫാത്തിമത്ത് സൂറാബിയാണ്, ബീവിയാണ് രണ്ടും. അവരെ ഒരു സുന്നത്തോട് കൂടെ കല്യാണം കഴിച്ച് അവരും അവരെ പുതിയാപ്പിളയും കൂടി വരുന്ന് കണ്ടത് എനിക്ക് ബിരിയാണി നെയ്ച്ചോറും തിന്ന മട്ടാണ്. അതിനുള്ളൊരു ആശയാണ് എനിക്ക് വരുന്ന ആളുകളുടെ മുഴുവൻ ആശയും മൂപ്പര് തീർത്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ മൂപ്പരുടെ ആശ ഇതുവരെ തീർന്നിട്ടില്ല. ഇതാണ് ഔലിയ. ഈ ജാതി സാധനങ്ങളെ കൊണ്ടുപോയി നടും, കുഴിച്ചിടും, എന്നിട്ട് അവിടെ ജാറം പണിയും. ഈ ജാറം പൊങ്ങിയാൻ ഒരു കഥയുണ്ട്, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തും. ഒരു ഉസ്താദും ഒരു ശിഷ്യനും കൂടെ നാട് വിട്ടുപോയി. രണ്ടുപേരും കുറെ കാലം ഇങ്ങനെ അലഞ്ഞ് നടന്നപ്പോ ഉസ്താദ് പറഞ്ഞു, മോനെ, നമ്മളിങ്ങനെ ജമാഅത്തായിട്ട് നടന്നിട്ട് കാര്യമില്ല, നമുക്ക് രണ്ടും 2 വഴിക്ക് പോകാം. അങ്ങനെ ശിഷ്യൻ കുറെ കാലം അലഞ്ഞ് നടന്ന് നോക്കുമ്പോ ഒരു സ്ഥലത്തൊരു വലിയ ജാറ് കറാമത്ത് ഹോൾസെയില് ചെന്ന് നോക്കുമ്പോ ഉസ്താദാണ് അവിടുത്തെ ഖദ്ദാമി. അപ്പൊ ചോദിച്ചു, എന്താടാ നിനക്കൊന്നും കിട്ടിയില്ല? ഇല്ല, എനിക്കൊന്നും കിട്ടിയില്ല. എന്നാ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നീ അവിടെ നിന്നോ. അങ്ങനെ അവിടെ പോയി. കുറച്ചു ദിവസം ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോ ഉസ്താദിനെ തീരെ അങ്ങ് ദഹിക്കണില്ല, കാരണം അത് പോക്കറ്റിൽ നിന്ന് ചോർച്ചയാണല്ലോ. മൂപ്പര് പറഞ്ഞു, മോനെ, കച്ചവടം കുറവാണ്, നിനക്ക് ഞാൻ ഒരു സാധനത്തിനെ തരാന്ന് ഒരു കഴുതേന്റെ കുട്ടീനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇതും കൊണ്ട് പൊയ്ക്കോ, നിനക്കിത് മതി. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, ഞാനിതിന് എന്ത് ചെയ്യാനാ? എടാ, നിനക്കിത് മതി, അനുഗ്രഹീ ഭവ. മൂപ്പര് അനുഗ്രഹിച്ചു വിട്ടു. ശിഷ്യൻ ഈ കഴുതേനെയും കൊണ്ട് 2-3 ദിവസം നടന്നു കഴിഞ്ഞ് ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഈ കഴുതക്കുട്ടി ചത്തു. ശിഷ്യൻ എന്ത് ചെയ്തു? അതിനെ കുഴിച്ചിട്ട് 2 മീസാങ്കല്ലും വെച്ച് യാസീനോദാണ്. കച്ചവടക്കാരതിൽ പോയി. ഇത് ഇന്നലെ കണ്ടില്ലല്ലേ, ഇന്ന് പൊന്തിയതാ, പൊന്തനാണല്ലോ ജാക്കി വെച്ച്. അതിന്റെ കറാമത്ത് പറഞ്ഞപ്പോ ആളുകൾ എന്താക്കി, ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഉസ്താദിന്റെ ജാറത്തിൽ വരുമാനം നിന്ന് പുതിയ ജാറത്തിലേക്കാണല്ലോ ആൾക്കാർ പോവുക. അപ്പൊ ഇവിടെ വരുമാനം കൂടി. ഉസ്താദ് ജാറം പൂട്ടി താക്കോലും പോക്കറ്റിലിട്ട് വന്ന് നോക്കുമ്പോ പുതിയ ജാറത്തിലെ ഖദ്ദാമി തന്റെ ശിഷ്യനാണ്. മൂപ്പര് ചോദിച്ചു, അല്ലടാ, ഇതെവിടുന്ന് കിട്ടി? അത് ഉസ്താദെ, നിങ്ങൾ തന്ന കഴുതേന്റെ കുട്ടി ഇവിടെ വന്നപ്പോ ചത്തു, ഞാൻ അതിനെ കുഴിച്ചിട്ട് ജാറം പണിതാണ്. മെഡിക്കൽ, നീ എന്റെ ശിഷ്യൻ തന്നെയാണ്. അതെന്ത് ഉസ്താദെ എങ്ങനെ? എടാ, ഇതിന്റെ തള്ളേനെ ഞാൻ അവിടെ കുഴിച്ചിട്ടാണ്. ഇതിപ്പോ ഈ ജാറത്തിന്റെ ഉത്ഭവം അതാണ്. സഹോദരന്മാരെ, ഇത് കണ്ടോ നിങ്ങള്? ഞാൻ വായിക്കാം, എന്നിട്ട് കാണിച്ചു തരാം. ആലുവ അബൂബക്കർ മുസ്ലിയാർ, അമ്പൻകുന്ന് ബീരാനുപ്പാപ്പ. ആരാന്നറിയാമോ? ലാ കണ്ണ ഇല്ലല്ല, ലാ മൂക്ക ഇല്ലല്ല എന്ന് പറയുന്ന ചെങ്ങായി. പിന്നെ വേങ്ങര കോയ പാപ്പ,
പിന്നെ ഓച്ചറ മസ്താൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തമിഴ്നാട്ടുകാരൻ ദാമോദരൻ, പിന്നെ മിലിറ്ററി ബാവ, പിന്നെ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാര്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാര് കുറച്ച് ഇൽമുള്ള ആളായിരുന്നു എന്നാണ് എന്റെ അറിവ്. പിന്നെ ബീരാൻ ഔലിയ, പിന്നെ അന്ത്രു പാപ്പ. അതാ ഔലിയാക്കളുടെ ഫോട്ടോ. നിങ്ങളൊന്ന് ആലോചിക്കത പച്ച, ആകെ അലാക്കിലെ പച്ച. ഇതൊരു വീട്ടിൽ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചേർന്ന ഒരു പയ്യനെ കൊണ്ട് ഞാൻ പറിച്ചെടുത്തതാ. നിങ്ങളൊന്ന് ആലോചിക്കുക ഈ ഫോട്ടോ. ഇതപ്പോ ഔലിയാക്കന്മാര് ആ വേങ്ങരക്കോയപ്പയുടെ കോലം തന്നെ കണ്ടില്ലേ, കുളിച്ചിട്ടില്ല. എന്തൊരു കോലമാ സഹോദരങ്ങൾ, ഇങ്ങനെയാണോ? അപ്പൊ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിചിത്ര ജീവികളല്ല. അള്ളാഹുവിനെ ഭയപ്പെട്ട് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്.